KPCCയിലെ തമ്മിലടിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. തൃശൂരിലെ തോൽവിയെ ചൊല്ലിയുള്ള തമ്മിലടി അവസാനിപ്പിക്കണമെന്ന് കെ മുരളീധരൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. തമ്മിലടിച്ചാൽ കോൺഗ്രസിന്റെ മുഖം കൂടുതൽ വികൃതമാകും. പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായി, അതാണ് പരാജയത്തിന് ഇടയാക്കിയത് എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും തൽക്കാലം പൊതുരംഗത്തേക്കില്ല, സ്ഥാനാർത്ഥിയായോ പാർട്ടി നേതൃസ്ഥാനത്തേക്കോ ഇല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതെ, അതിൽ ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞു. ഇനി പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി ഉണ്ടായി, ശരിയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ തമ്മിലടി തുടർന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും. പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ്റെ ആ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കുക എന്നാണ് അവരോട് പറയുന്നത്. അതിൻ്റെ പേരിൽ സംഘർഷം ഇനി ഉണ്ടാവരുത്. കാരണം അങ്ങനെ സംഘർഷം ഉണ്ടായാൽ നിങ്ങളെ ചാനലിൽ തന്നെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ മുഖം കൂടുതൽ വികൃതമാവുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കണം. കോൺഗ്രസ്സിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്. എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ, കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറിയിരിക്കും. ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, കെ സുധാകരൻ നേരിട്ട് വന്ന അനുനയ നീക്കങ്ങൾ, ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും മുരളീധരൻ അതിന് തയ്യാറാകുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? കാരണം സജീവ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉടൻ എന്തായാലും ഇല്ല, ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ കാത്തിരിക്കുമെന്നതാണ് അദ്ദേഹം നൽകുന്ന സൂചന. അത് തന്നെയാണ്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് സജീവമായ രാഷ്ട്രീയത്തിൽ നിന്നും താൻ വിട്ടുനിൽക്കുകയാണ് എന്ന പ്രസ്താവന നൽകിക്കൊണ്ട് മുരളീധരൻ കോഴിക്കോട് നടക്കാവുള്ള തൻ്റെ വീട്ടിൽ കയറി കഥകടച്ചത്. 3 ദിവസമായി കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു മുരളീധരൻ തൻ്റെ വീട്ടിനുള്ളിൽ കയറി ഈ രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കാതെയും കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കാതെയും ഒരു പോരാട്ടം തുടങ്ങിയത്. അതിനുശേഷം KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കെ മുരളീധരനെ ഇവിടുത്തെ വസതിയിലെത്തി, വീട്ടിലെത്തി വന്ന് കണ്ട് അനുനയ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി പൊതുരംഗത്തേക്ക് എന്തായാലും തൽക്കാലത്തേക്കില്ല, തൻ്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമേ താൻ സജീവമാവുകയുള്ളൂ എന്നൊരു കാര്യം മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. അതിനോടൊപ്പം തന്നെ KPCC സംസ്ഥാന പ്രസിഡന്റ് പദവി ഉൾപ്പെടെ നൽകാമെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും അംഗീകരിക്കാനോ തനിക്ക് ആ പദവി ഒന്നും വേണ്ട എന്നോ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഒഴിയുകയാണെങ്കിൽ വയനാട് സീറ്റിൽ മത്സരിപ്പിക്കാമെന്നൊരു തീരുമാനം കോൺഗ്രസിന്റെ നേതൃത്വം നേരത്തെ പറയുകയുണ്ടായി. എന്നാൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് താനില്ല എന്ന കാര്യം തുറന്നു പറയുകയാണ്, ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ DCCയിലും സംസ്ഥാന കോൺഗ്രസിലൊട്ടാകെയും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. ഈ പ്രശ്നം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖം കൂടുതൽ വികൃതമാകുന്നതിലേക്ക് കാര്യം എത്തും എന്നൊരു ഉപദേശം കൂടി മുരളീധരൻ നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ 3 ദിവസം മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാത്തത് മൂലമാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് മുരളീധരൻ മനഃപൂർവ്വം മറച്ചു വെക്കുന്നു. രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. എന്നാൽ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ താൻ തയ്യാറല്ല. രാജ്യസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ തന്റെ നിലപാടിൽ മാറ്റം വരുത്തുന്നതിന് തുല്യമാവും. BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം പ്രതികരണം നൽകിയുണ്ടായി. BJPയിലേക്ക് പോകുന്നതിന് നല്ലത് വീട്ടിലിരിക്കുന്നതാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ എല്ലാ തരത്തിലും കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും, അല്ലെങ്കിൽ മുരളീധരൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം കുറച്ചു നേരത്തെ മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും 3 ദിവസം നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്ക് അവസാനമാകുമ്പോൾ കോൺഗ്രസിനകത്ത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുരളീധരനെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാത്തതിനെ തുടർന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ണൂരിൽ നിന്ന് നേരിട്ട് മുരളീധരന്റെ വീട്ടിലെത്തി മുരളീധരനെ കാണുകയുണ്ടായത്. അരമണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ KPCC പ്രസിഡന്റിന് പോലും മുരളീധരനെ അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ഇപ്പോൾ മുരളീധരന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്.